കാറ്റലിസ്റ്റ് സ്കിൽ ഹബ് ഒരുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി 6 മാസ പഠനം, മികച്ച ജോലി. അഭിനയിക്കുകയാണ് എന്നുള്ള നിലയിലാണ്. അത് തെറ്റിദ്ധരിച്ചിട്ട് പറഞ്ഞതായിരിക്കും. ഞാൻ പ്രസംഗിച്ചത് അങ്ങനെയല്ല. പ്രസംഗിച്ചതും ഞാനെടുക്കുന്ന വളരെ കൃത്യമായ നിലപാട് പ്രിയദർശിനി ബസിന്റെ വിജയം അല്ലെങ്കിൽ ആ സ്കീമിന്റെ വിജയം നമ്മുടെ ദാരിദ്ര്യത്തിന്റെ പ്രതിഫലനമാണ്. ദാരിദ്ര്യത്തിന്റെ പ്രതിഫലനമാണ്, ഞങ്ങളുടെ വിജയമല്ല. ഇവിടെ ഇത്രയും കട്ട പിടിച്ച ദാരിദ്ര്യം ഉണ്ടായിരുന്നു. അപ്പൊ ദാരിദ്ര്യമേ എടുത്തു കളഞ്ഞു എന്നാണല്ലോ കഴിഞ്ഞ ഗവൺമെന്റ് പറഞ്ഞത്. ദാരിദ്ര്യം ഇല്ലല്ലോ, പക്ഷെ ഈ ദാരിദ്ര്യം ഉള്ളത് കൊണ്ടാണ് ഇത്രയും വലിയൊരു റിഫ്ലക്ഷൻ ഉണ്ടായത്, അല്ലേ? അതുകൊണ്ട് അതിലേക്ക് ജനങ്ങൾ കണ്ണു തുറക്കണം, ഗവൺമെന്റ് കണ്ണു തുറക്കണം. ഇത്രയും അധികം ആളുകൾ ഒരു ചെറിയ ബസ് കാശ് പോലും ഇല്ലാതെ വിഷമിക്കുന്നു. ആ വിഷമിക്കുന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മളെല്ലാവരും കണ്ണു തുറക്കണം. ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ അങ്ങ് പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം. എന്നാൽ അതേപോലെ തന്നെ നമ്മുടെ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഒരു രക്ഷയില്ല ആളുകൾക്ക്, അല്ലേ? അവിടെ ഒരു വരാന്തയിൽ പോലും കിടക്കാൻ നിർബന്ധിക്കപ്പെടുകയാണ്. അപ്പോൾ പൊതുജന ആരോഗ്യം, പൊതുഗതാഗതം, ഈ രണ്ട് സ്ഥലത്തും പോവാൻ ആളുകൾക്ക് നിർബന്ധിതരാകുന്ന, അല്ലെങ്കിൽ അവർക്ക് വേറൊരു മാർഗമില്ല പോകാനായിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ കൃത്യമായ സ്പിരിറ്റ്. എന്നാൽ അവർക്ക് ഗവൺമെന്റ് സ്കൂൾ ഫ്രീ ആണെങ്കിലും അവിടെ എല്ലാവരും കുട്ടികളെ കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നു, ഒരു ചെറിയ വിഭാഗമെങ്കിലും, അല്ലേ? എന്തുകൊണ്ട്? അത് ഇതിന്റെ റിഫ്ലക്ഷൻ തന്നെയാണ്. എങ്ങനെയെങ്കിലും അവർക്കുണ്ടായ ദാരിദ്ര്യത്തിൽ നിന്ന് അവരുടെ മക്കളെ എങ്ങനെയും രക്ഷിക്കണം. അതുകൊണ്ട് സ്കൂളിൽ ഫ്രീ ആണെങ്കിലും ആ സ്കൂളിലേക്ക് പോവാതെ തന്നെ വേറെ ട്യൂഷൻ കൊടുത്തും മറ്റുള്ള ഫീസ് കൊടുത്തുള്ള സ്കൂളിലേക്ക് പോകാൻ അവർ ആഗ്രഹിക്കുന്നു. അതിനും പല എല്ലാവർക്കും പറ്റുന്നൊന്നുമില്ല, മനസ്സിലായോ? അപ്പൊ പൊതുജന ആരോഗ്യം, പൊതുവിദ്യാഭ്യാസം, പൊതുഗതാഗതം, ഈ മൂന്നിലുമാണ് ഊന്നേണ്ടത്. ഇതാണ് ഞാൻ പറഞ്ഞത്. വ്യാഖ്യാനിച്ചോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ കൂടുതൽ എനിക്ക് പറയാനില്ല. അല്ല, അങ്ങ് പറഞ്ഞ പ്രിയദർശിനി എന്ന് പറയുന്ന പദ്ധതിയുടെ വിജയം എന്തുകൊണ്ടാണ്? ഒരു ബസ് കാശ് കൊടുക്കാൻ പറ്റാത്ത ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. അതില്ല എന്നാണ് കഴിഞ്ഞ ഗവൺമെന്റ് പറഞ്ഞത്, അല്ലേ? ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്ന ആളുകളാണ് പ്രിയദർശിനിയിൽ കയറിയത്. ഞങ്ങൾക്ക് അഭിമാനമുണ്ട് അവരെ സഹായിച്ചതിൽ. അതുകൊണ്ട് അവരെ ഇനി കൂടുതൽ സഹായിക്കണം. അവരുടെ സ്കൂളുകൾ മെച്ചപ്പെടുത്തണം, അവരുടെ ആശുപത്രികൾ മെച്ചപ്പെടുത്തണം. ഞാൻ കൃത്യമായിട്ട് അതിൽ ആ പ്രസംഗം മുഴുവൻ കേട്ടാ അറിയാം. പൊതുജന ആരോഗ്യം, പൊതുവിദ്യാഭ്യാസം, പൊതുഗതാഗതം. അല്ല, അങ്ങ് അതിനു മുമ്പ് പറഞ്ഞ ഒരു വാചകം, കേരളത്തിലെ ആളുകളുടെ ബിഹേവിയർ മനസ്സിലാക്കുന്ന പരാജയപ്പെട്ടു നമ്മള്. അതുപോലെ തന്നെ പണക്കാർ പാവങ്ങളായി അഭിനയിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷമാണ് അങ്ങ് ആ വാക്ക് പറഞ്ഞത്. അങ്ങ് പറഞ്ഞ ഒരു കാര്യം, ചിലവ് കുറഞ്ഞ സർക്കാർ ബസ്സുകൾ കാണുമ്പോൾ ആളുകൾ ഓടിയെത്തുന്നു, അതുപോലെ തന്നെ പ്രിയദർശിനി ബസ്സുകളിലേക്ക് ആളുകൾ ഇടിച്ചു കയറുന്നു. ഈ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞത് ഞാനീ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. പ്രിയദർശിനി പദ്ധതിയുടെ വിജയത്തിന്റെ അടിസ്ഥാനം ഈ നാട്ടിലെ ആളുകളുടെ പരമമായ ബുദ്ധിമുട്ടുകളാണ്. ആ ബുദ്ധിമുട്ടുള്ള ജനതയാണ് നമ്മളെ അഡ്രസ് ചെയ്യേണ്ടത്. അവർ തന്നെയാണ് ആശുപത്രിയിൽ അവർക്ക് കിടക്കാൻ സ്ഥലമില്ല. അപ്പൊ പൊതുഗതാഗതത്തിൽ ഈ ഗവൺമെന്റ് എടുത്തിട്ടുള്ള സമീപനം വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനമാണല്ലേ? അത് നമ്മുടെ കണ്ണു തുറപ്പിക്കണം. ഇത് മുൻ ഗവൺമെന്റ് ചെയ്തില്ലല്ലോ. ഇത് രാഹുൽ ഗാന്ധിയല്ലേ പറഞ്ഞത്, ഇപ്പൊ ഞങ്ങളടക്കം പറഞ്ഞില്ലല്ലോ. ഞാനടക്കമുള്ള ആളുകൾക്ക് ഇത്രയും ഗൗരവമായ ഒരു പ്രശ്നം പൊതുഗതാഗത രംഗത്തുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എന്നെയടക്കം പറഞ്ഞത്, പക്ഷെ അത് രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞത്. ഇപ്പൊ രാഹുൽ ഗാന്ധിയെ ഞാനവിടെ കൺഗ്രാജുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ ടീമുമാണ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പൊതുഗതാഗതം സൗജന്യമാക്കണം, ആദ്യമായിട്ടല്ല, എന്ന നിലപാടെടുത്തത്. ആ നിലപാട് എന്തുകൊണ്ട് വിജയിച്ചു? അത്രയും ബുദ്ധിമുട്ടാണ് ആളുകൾ. അപ്പൊ അതുകൊണ്ട് ഇനി സ്കൂളുകളും നന്നാക്കണം. സ്കൂളുകളിൽ വേണ്ടത്ര ആളുകൾ, പല സ്കൂളുകളിലും കുട്ടികളില്ല, അല്ലേ? എന്തുകൊണ്ടാ? ആരുടെയും കുറ്റമല്ല. ഞാൻ കുട്ടികളെ അവിടെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിപ്പിച്ചു, മലയാളം മീഡിയമാണ്, അതൊന്നും ഒരു വലിയ വിഷയമുള്ള കാര്യമല്ല. പക്ഷേ അതും കൂടെ, അത് എന്തുകൊണ്ടാണ് അവർ ആൾക്ക് ട്യൂഷൻ കൊടുക്കുന്നത്? എന്തിനാണ് അവർ മറ്റൊരു സ്കൂളിലേക്ക് തള്ളിക്കയറാൻ നോക്കുന്നത്? അവർക്കുണ്ടായ ദാരിദ്ര്യത്തെ മറികടക്കാൻ
ഒരു മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കണമെന്നുള്ള ഒരു ആസ്പിറേഷനാണ്. അപ്പൊ ഇവിടുത്തെ വർക്കിംഗ് ക്ലാസിന്റെ ആസ്പിറേഷൻ മനസ്സിലാക്കുന്നതിൽ ഞാനടക്കമുള്ള രാഷ്ട്രീയ നേതൃത്വം പരാജയപ്പെട്ടു എന്ന സ്വയം വിമർശനമാണ് ഞാൻ നടത്തിയത്. താങ്കൾക്കത് വ്യാഖ്യാനിക്കാനുള്ള അവകാശമുണ്ട്, അത് വ്യാഖ്യാനിക്കട്ടെ, വിവാദങ്ങളാവട്ടെ. ഞാൻ ഈ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. ഇപ്പോഴും എന്റെ മനസ്സിലുള്ളതും ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ളതും ഈ 3 രംഗത്തും പൊതുജനാരോഗ്യം, പൊതുഗതാഗതം, പൊതുവിദ്യാഭ്യാസം ഇത് മെച്ചപ്പെടുത്തുന്നതിലേക്ക് കേരളം ഉണരണം എന്ന് ഞാൻ വീണ്ടും സ്റ്റേറ്റ് ചെയ്യുന്നു. അതിന് വിവാദമാക്കേണ്ടവർക്കാക്കാം, യാതൊരു പരാതിയില്ല. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അത് അവരുടെ അവകാശമാണ്. പൊതുജനാരോഗ്യം അവകാശമാണ്, പൊതുവിദ്യാഭ്യാസം അവകാശമാണ്, മെച്ചപ്പെട്ട പൊതുവിദ്യാഭ്യാസം, സൗജന്യമായ യാത്ര അവകാശമാണ്. ആ അവകാശം ഞങ്ങൾ കൊടുത്തു. അത് ഞങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞത് അല്ലേ? കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ, ഞാനടക്കം എന്റെ രാഷ്ട്രീയ പാർട്ടി പറഞ്ഞില്ലല്ലോ സൗജന്യമാക്കാൻ.